എന്തെന്നത് കയ്യെത്തി പറിക്കുന്ന കാര്യത്തില് പറഞ്ഞല്ലേ കൊല കൊല്ല 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 അല്ലേ? എവിടൊക്കെയാണ് വലിഞ്ഞ് കേറണടേ. കല്ല് നോക്കണേ. അതിന് ചുറ്റും 3 പ്രാവശ്യം നീന്തി കഴിഞ്ഞാല് എറ്റേണൽ ബ്യൂട്ടി കിട്ടുന്നാണ് പറയുന്നത്. അറിയുന്നവർക്കല്ലേ. ബോട്ട് ടൂർ ഉണ്ടോ? എന്നാലും മുകളിൽ കേറാന്നുള്ള ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. കേറിയില്ലെങ്കിൽ വമ്പൻ നഷ്ടമായിരുന്നു പ്രസാദ. കിടു കിടു വ്യൂ ആണ്, കിടു കിടു വ്യൂ. ഡിസ്കവർ സൈപ്രസ് എന്ന 9 days 8 nights നമ്മൾ സൈപ്രസ് ട്രിപ്പിന്റെ എക്സ്പെൻസ് ആണ് ഈ കാണുന്നത്. ഇത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക് ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഫ്രം ലിമാസോൾ. നമ്മൾ ഇന്ന് ലിമാസോൾ വിട്ട് അടുത്ത ഡിസ്ട്രിക്റ്റ് ആയ സൈപ്രസിന്റെ പാഫോസിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പൊ രാവിലെ തന്നെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഞങ്ങളെ ന്യൂ ഇയർ ഈ ലിമാസോളിലെ മറീനയില് തകർത്ത് അടിച്ച് നമ്മള് പടക്കം പൊട്ടിച്ച് അല്ലേ നമ്മള് ആഘോഷിച്ച് ഈ DJ പാർട്ടിയും ഡാൻസും ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. ഇപ്പൊ രാവിലെ എണീറ്റ് വല്ല തിന്നാൻ കിട്ടോ കഴിക്കാൻ കിട്ടോ എന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ ഒന്നും തുറന്നിട്ടില്ല. അവന് പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലും കഫേന്ന് കഴിക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നലെ നൈറ്റ് വ്യൂ കാണിച്ചിരുന്നു. ഇതാണ് മറീന ലിമാസോൾ കോർണിഷ് സൈഡ്. ലിമാസോൾ പ്രൊമനേഡ് എന്ന് പറയും. ആൾക്കാരെ ജോഗ് ഒക്കെ ചെയ്യാൻ വരുന്ന പാർക്കാണ്, റിലാക്സ് ചെയ്യാൻ വേണ്ടി വരുന്ന പാർക്ക്. അതുപോലെ ഈ സൈഡിൽ കാണുന്നതൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ നടന്ന് ഇങ്ങനെ കടലിന്റെ നടുക്കോട്ട് നടക്കാം. ഹോട്ടലിന് ചെക്ക് ഔട്ട് ചെയ്ത് നമ്മൾ ഇന്നലെ രാത്രി ഇവിടേക്കാണ് നിന്നിരുന്നത് കേട്ടോ. ലിമാസോൾ മറീന, ഈ പാരഡൈസ് മ്യൂസിയം, ഈ ഒരു ഇതിന്റെ സൈഡിലൂടെയായിരുന്നു ഫയർ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടത്. നമ്മളിനി ഈ ഒരു വഴിയിലൂടെ നമ്മള് ഫസ്റ്റ് സ്ഥലത്തോട്ട് അല്ലേ, കൂറിയൻ കാസിൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നത്. കൂറിയൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇത് സൈപ്രസിന്റെ സദേൺ വെസ്റ്റ് പാർട്ടിലുള്ള ചെറിയൊരു ഗ്രാമമാണ് കൂറിയോൺ. അവിടെ ഒരു കാസിലാണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ സിഗ്മ ബേക്കറിൽ കയറിയതായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു കേക്ക് കണ്ടത്. ഞാൻ വിചാരിച്ചത് ഇത് ആദ്യം പ്ലം കേക്കാന്നാണ്. പക്ഷെ ഇത് പ്ലം കേക്ക് അല്ല, ഇതിന്റെ പേര് വാസിലോപിറ്റ എന്നാണ്. വാസിലോപിറ്റ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ കേക്കാണ് ഇവരുടെ. അത് ന്യൂ ഇയറിന് ഇവർ ബേക്ക് ചെയ്യുന്ന സാധനമാണ്. ഇതിൻ്റെ ഉള്ളത് കോയിൻസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ആ കേക്കിന്ന് ആർക്കാണോ കോയിൻ കിട്ടുന്നത് അവർ ആ ഇയറിൽ അത് ലക്കി ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കേക്കാണ് ഈ സാധനം. നേരെ നോക്കിയാൽ ഓറഞ്ച് തോട്ടമാണ് കുട്ടികളെ. ഫെൻസ്ഡ് ആണ്, ആരുടെ പ്രൈവറ്റ് ആണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ. കണ്ടോണ്ട് പോവാ അല്ലേ, അടിപൊളി. സമാത്തീസ് ഫാമാണ്, അത് ക്ലോസ്ഡാ. ഉള്ളിലോട്ട് കയറാൻ പറ്റുന്ന ചോദിക്കായിരുന്നു. നോക്ക്, ഇടലും വഴിയല്ലേ, നമ്മൾ മറ്റേ ഊട്ടി നീലഗിരി റോഡിൽ പോകുന്ന പോലെ ഉണ്ട്. വലിയ വലിയ പൈൻ മരങ്ങള്, അടിപൊളി കേട്ടോ. ഇതൊക്കെ ഉറങ്ങിത്തോട്ടാ. ഏതെങ്കിലും ഗേറ്റ് തുറന്നിട്ടോ നോക്കാം. ഇവിടെ ഒന്ന് ചവിട്ടിക്കോ. ഫാം 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 മണോലി ഫാം. മണോലി ഫാം കയറി നോക്കാം അല്ലേ. പ്രൈവറ്റ് റോഡ്, മണോലി ഫാം. പ്രൈവറ്റ് റോഡാ, പോണാ പിന്നെ പോയി ചോദിക്കണം. ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ പതിച്ചു വന്നോളാം. എന്റെ പൊന്നേ, എന്തെന്നത് കയ്യെത്തി പറിക്കുന്ന കാര്യത്തില് പറഞ്ഞില്ലേ, കൊല കൊല്ല 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 അല്ലേ? മരത്തിനെക്കാട്ടിയും കൂടുതൽ ഓറഞ്ചിക്കുന്നു. ഇത്ര ഇവര് എടുക്കുമെന്നോ അതോ വെറുതെ പോവോ അതോ കാണാൻ വെച്ചിരിക്കുന്നതാണോ? ഇതൊക്കെ ഫാം അല്ലേ, ഫാം ആവുന്ന സമയത്ത് ഇവര് പറിക്കാൻ വെച്ചിരുന്നു. ഇത് ഹാർവസ്റ്റ് സീസൺ ആവുന്നുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അതിന്റെ സീസൺ കഴിഞ്ഞ് ഹാർവസ്റ്റ് കഴിഞ്ഞ് ഇനി ഈ സൈഡ് നോക്ക്. ഇത് വേറെ അല്ലേ, ഇത് മറ്റേ ഇത് നമ്മളെ മറ്റേ ഇത് ആക്ച്വൽ ഓറഞ്ചും രണ്ടും ഉണ്ട്, മിക്സ് ഉണ്ട് ഇതിൽ. മറ്റേ മൂസമ്പി അടിക്കുന്ന രണ്ടും ഉണ്ട് അതിൽ. മറ്റേ ഓറഞ്ചും താഴെ കിടക്കുന്ന. നമ്മളെന്തായാലും ഈ ഓറഞ്ച് തോട്ടത്തിൽ വന്നിട്ട് ഈ ഫാമിൽ വന്നിട്ട് ആരെയും കാണാനില്ല. അതുകൊണ്ട്
നമ്മൾ കുറേ വിളിച്ചൊക്കെ നോക്കി അവിടെ പോയിട്ട് അവിടെ ആരെയും കാണാനില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് 2 ഫോട്ടോ എടുത്തിട്ട് അങ്ങ് പോകാമെന്ന് വെച്ചു. ഇത് മുന്തിരിത്തോട്ടാണ് കേട്ടോ. ഈ ഇവിടെ മൊത്തം തോട്ടങ്ങളാണ് കേട്ടോ. ഈ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹാർവസ്റ്റ് ടൈം ആണെങ്കിൽ കിട്ടും. പക്ഷെ ഇപ്പം ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ആരെയും കാണുന്നില്ല. പെർമിഷൻ ഇല്ലാതെ നമ്മൾ കയറി പറിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് പോകുന്നു. സൂര്യൻ ഇങ്ങനെ നല്ല ഉദിച്ചിങ്ങനെ നിൽക്കുന്നു. നല്ല വെയിലുണ്ട്. എന്തായാലും നല്ലൊരു ക്ലൈമറ്റ്. അതെ 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 കൊളോസി കാസിൽ ആക്ച്വലി യൂസ് ചെയ്തിരുന്നത് ഈ ചുറ്റുമുള്ള ഹാർവസ്റ്റ് ഏരിയയിലെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും അതിനൊക്കെ വേണ്ടി സ്റ്റോറേജിന് വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായത്. അഗ്രികൾച്ചർ പ്രൊമോട്ട് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായത് പണ്ട് കാലത്ത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല സിഗ്നിഫിക്കൻസ് ഉള്ളൊരു സംഭവമാണ്. കൊളോസി കാസിലിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഇവിടെയാണ് പാർക്കിംഗ് ഗ്രൗണ്ട് വരുന്നത്. നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ഇതാണ് കാസിൽ വരുന്നത്. ഇതാണ് എൻട്രൻസ്. ക്ലോസ്ഡ് ആണ് ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഓപ്പൺ ആവേണ്ടതായിരുന്നു. എൻട്രി ഫീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 2.5 യൂറോ തന്നെ ആയിരിക്കണം. എല്ലായിടത്തും 2.5 യൂറോ ആണ് ഒരാൾക്ക് എൻട്രി ഫീസ്. അപ്പോൾ അതന്നെ ആയാലാണ് ചാൻസ്. ഈ കൊളോസിൽ കാസിൽ എന്ന് പറയുന്നത് കൊളോസി വില്ലേജിലാണ്. ലിമാസോളിന് ഏകദേശം 14 കിലോമീറ്റർ ദൂരെയാണ്. 13ാമത്തെ സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയൊരു കാസിലാണ്. അത്രയും മുന്നേ ഉണ്ടാക്കിയതാണ്. ഈ ഒരു കാസിൽ ഉണ്ടാക്കിയത് നൈറ്റ്സ് ഹോസ്പിറ്റാലർ എന്ന് പറയുന്ന ഒരു ആൾക്കാരാണ്. ഈ നൈറ്റ്സ് ഹോസ്പിറ്റാലർ എന്ന് പറഞ്ഞാൽ നൈറ്റ്സ് ടെംപ്ലാറിൻ്റെ പാർട്ടാണ്. ഈ നൈറ്റ്സ് ടെംപ്ലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ക്രൂസേഡ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പിൽഗ്രിംസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിനൊക്കെ ഒരു ക്രിയേറ്റ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരുന്നു. പിന്നെ അവർ വലിയൊരു പവർഫുൾ ഓർഗനൈസേഷനായി മാറി. പിന്നെ അവർ ഷെയ്ഡി ആയിട്ടുള്ള വർക്കൊക്കെ നടത്തി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിന് തെളിവുകളൊന്നുമില്ല. പക്ഷേ പിന്നീട് അത് പലതരത്തിലും അത് ശിഥിലീകരിച്ച് പോയിട്ട് അത് അവർ ആ പേരിലൊരു ഓർഗനൈസേഷനോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ അവരുടെ ലെഗസി ഇങ്ങനെ കണ്ടിന്യൂ ആവുന്നുണ്ട്. ഓർഡർ ഓഫ് മാൾട്ട എന്നൊക്കെയുള്ള പേരിൽ. ഈ കാസിൽ 13ാമത്തെ സെഞ്ച്വറി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു സമയത്തുള്ള ആർക്കിടെക്ചറാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഇതിൻ്റെ ചുറ്റുമുള്ള ഫുള്ള് സ്ഥലം നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഉള്ളിൽ കയറാൻ പറ്റുമെങ്കിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, നമുക്കിപ്പോൾ തൽക്കാലം നമ്മൾ ചുറ്റുമുള്ള വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് പോവാം. കൊളോസി വില്ലേജ് എത്തി. കൊളോസി കാസിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് പോസ്റ്റ് ഓഫീസും അതൊക്കെ അങ്ങോട്ടാണ്. വില്ലേജ് ഓഫീസൊക്കെ അങ്ങോട്ടാണ്. കൊളോസി വില്ലേജ് അല്ലേ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ക്ലീൻലിനെസ് സംഭവം. മുനിസിപ്പാലിറ്റിയുടെ വണ്ടികൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ട്രാക്ടറൊക്കെ കണ്ട. ഇവിടെ മെയിനായിട്ട് കർഷകരാണ് മൊത്തം. കൊളോസി വില്ലേജിലുള്ളൊരു വൈൻ ടേസ്റ്റിംഗ് മ്യൂസിയം ഉണ്ടോ, സൈപ്രസ് വൈൻ മ്യൂസിയം എന്ന് പറഞ്ഞ പേരിലുള്ള. പക്ഷേ ഇന്ന് ഓഫാണ്. ജനുവരി 1 ആയതുകൊണ്ട്, ന്യൂ ഇയർ ഡേ ആയതുകൊണ്ട് ഓഫാണ് ഇന്ന്. പക്ഷേ ഇവിടെ വൈൻ ടേസ്റ്റിങ്ങും ഒരു വൈൻ ടൂറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 10 യൂറോ ആണ് ചാർജ് കാണിക്കുന്നത്. അപ്പം വരുന്ന വഴിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും കാണാം. കൊളോസി കാസിൽ കഴിഞ്ഞിട്ട് ഈ കൊളോസി വില്ലേജ് ഇതും കൂടെ കൊണ്ടിട്ട് പോവാം. ഇവിടുത്തെ അടിപൊളി ഒരു സ്ഥലമാണ്. ഈ ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു സ്ഥലം കേട്ടോ. എന്താണ് ലുക്ക് എന്ന് പറയാം. അവിടെ ഒരു ഇതൊക്കെ ഇട്ടിട്ട് നോക്ക്, കസേരയൊക്കെ ഇട്ടിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള സ്ഥലം. ഒരു ഇത് ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. നല്ല ലുക്കായിരിക്കും കേട്ടോ അവിടെ. അടിപൊളി. നല്ലൊരു പാലവും ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഒരു പാലത്തിന് അങ്ങോട്ട് കറന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കൂരിയൻ ആർക്കിയോളജിക്കൽ സൈറ്റിലോട്ട് പോകേണ്ടത്. നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അതാണ്. അപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത്. അതിൻ്റെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടിട്ട് നിർത്തി നോക്കിയതാണ്. പക്ഷേ ഇത് ക്ലോസ്ഡ് ആണ് ഇന്ന്. കൂറിയൻ ആർക്കിയോളജിക്കൽ റിസർവ് വരുന്നത് ഈ ഒരു UK ഒരു ബേസ് ഏരിയ ഉണ്ട്, മിലിറ്ററി ബേസ് ഏരിയ, സോവറിൻ മിലിറ്ററി ബേസ് ഏരിയ. 2 ഏരിയ ഉണ്ട് സൈപ്രസിൽ. അതിൽ നമ്മൾ നേരത്തെ പോയത് ദക്കേലിയ എന്ന് പറഞ്ഞ ഏരിയ ആയിരുന്നു. അത് ലർണാക്കയുടെ സൈഡിലാണ്. ലിമാസോളിൻ്റെ അടുത്ത്, പാഫോസിൻ്റെ അടുത്തായിട്ടുള്ള ഇതിന് അക്രോട്ടിരി എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ആ ഏരിയ നീ കാണുന്നത് നിങ്ങൾ. UK ഈ 2 പാർട്ട് ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈപ്രസ് കുറച്ചു കാലം ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്നു. നമ്മുടെ ഇന്ത്യ പോലെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്നു. സൈപ്രസ് ഇൻഡിപെൻഡൻ്റ് ആയത് 1960-ലാണ്. ഇൻഡിപെൻഡൻ്റ് ആയ സമയത്ത് അവർക്ക് ഈ 2 ഏരിയ, ദക്കേലിയ എന്നും അക്രോട്ടിരി എന്ന് പറഞ്ഞ 2 ഏരിയകൾ അവർക്ക് മിലിറ്ററി ബേസിനായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട്. ആ ഏരിയ ആണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ബ്രിട്ടീഷ് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് ഈ ഏരിയയിൽ. ഏതൊക്കെയോ ഊടുവഴികളിലൂടെ കൂറിയോൺ വില്ലേജിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. വളരെ നേരോ റോഡ്, വില്ലേജ് റോഡുകളല്ലേ. എന്താണെന്നൊരു ഐഡിയ ഇല്ല. ഓപ്പോസിറ്റ് വണ്ടി വരാത്ത സ്ഥിതിക്ക് ഇന്നലെ വില്ലേജിൽ പോയ പോലെ തന്നെ വില്ലേജുകളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ
റോഡുകളാണ്. റോഡാണ്. നല്ല വേവ് കൂടെ അടിക്കുമ്പോൾ നല്ല രസമാണ്. കുറിയോൺ ആർക്കിയോളജിക്കൽ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതും ക്ലോസ്ഡ് ആണ്, ന്യൂ ഇയർ ആയതുകൊണ്ട്. എൻട്രി ഫീസൊക്കെ ഉണ്ട്. അതിനിടെ എവിടെയൊക്കെയാണ് വലിഞ്ഞ് കയറണടേ. കല്ല് നോക്കണേ. എന്തായാലും എവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വലിഞ്ഞ് കയറിക്കോളും. ഇത് ഉള്ളിൽ കയറാൻ പറ്റിയില്ലെങ്കിലും പുറത്തൂടെ ഞാൻ കയറുന്ന പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ. ആർക്കിയോളജിക്കൽ സൈറ്റ് ആണല്ലോ, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇത് ഫേസ് ചെയ്യുന്ന നേരെ മെഡിറ്ററേനിയൻ സീയിലേക്കാ. ഈ കാണുന്നത് UK മിലിറ്ററി ബേസ് ആണ്. അക്രോട്ടിരി എന്ന് പറഞ്ഞാൽ UK മിലിറ്ററി ബേസിലാണ് ഇതൊക്കെ കാണുന്ന സ്ഥലം. എന്തായാലും ഇത് നിങ്ങൾ വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ലിമാസോൾ വരുന്നുണ്ടെങ്കിൽ പാഫോസിലോട്ട് പോകുന്ന വഴിക്ക് ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ തീർച്ചയായും വരേണ്ടതാണ്. വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. ഒരുപാട് ഏരിയ ഉണ്ട്. അതുപോലെ ഓപ്പൺ ഏരിയ ആണ്, ക്ലോസ്ഡ് അല്ല. വെള്ളവും കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ട് പോയാൽ മതി. ഒരുപാട് നടക്കാനുണ്ടാവും. ഹൈക്കിംഗ് ഒക്കെ താല്പര്യമുള്ളവർ മാത്രം പോയാൽ മതി. അങ്ങ് അവിടെ ഒരു ഡ്രൈവിൻ ബീച്ച് കാണുന്നുണ്ട്. വണ്ടികളൊക്കെ അതിൻ്റെ ഫ്രണ്ടിലോട്ട് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അത് കൊള്ളാലോ. എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. മുകളിൽ എന്തൊക്കെയോ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ അവിടെയൊക്കെ എന്തൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ആംഫി തിയേറ്റർ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ. ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. 3500 ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ആംഫി തിയേറ്റർ ഉണ്ട്. ആൻഷ്യൻ റോമൻ ഗ്രീക്ക് കാലഘട്ടത്തിൽ ബൈസാൻഡിയൻ എറയിലും അത്രയും മുന്നേ തന്നെ ഒരുപാട് ചരിത്രങ്ങളുള്ളൊരു സംഭവമാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കൂറിയോ സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഇതും കൂറിയോ ആർക്കിയോളജിക്കൽ പാർക്കിൻ്റെ ഏരിയ ആണ്. എൻട്രി ഫീസ് ഒന്നും കാണുന്നില്ല, ഡയറക്റ്റ് കയറാൻ പറ്റും തോന്നുന്നു. ഇങ്ങനെ കല്ലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് പണ്ടത്തെ ഒരു സ്ട്രക്ചറാണ്. ഇങ്ങനെ സ്റ്റേഡിയം പോലെ കെട്ടി വെച്ച പോലെ തന്നെ ഇവിടെ വാളുണ്ട്, ആ സൈഡിലും വാളുണ്ട്. ഇങ്ങനെ നീളത്തിലുള്ളൊരു സ്റ്റേഡിയമാണ്. പണ്ടത്തെ ആൾക്കാർ കളിക്കാൻ ഉപയോഗിക്കുന്നതായിരിക്കും സ്റ്റേഡിയം. ക്രിക്കറ്റ് ഫുട്ബോളിന് പകരം അവർ ആ സമയത്തുള്ള എന്തൊക്കെയാണോ കളികൾ അതൊക്കെ. ലിമാസോളിൽ നിന്ന് പാഫോസിലോട്ട് പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ സൈഡിലോട്ട് കയറി പെട്രാട്ടോ റോമിയോൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങ് ദൂരെ കാണുന്നില്ലേ, അതാണ് സംഭവം. അതാണ് ആഫ്രോഡൈറ്റ്സ് റോക്ക് എന്ന് പറയുന്നത്. ഈ ആഫ്രോഡൈറ്റ് എന്ന് പറയുന്നത് ഗോഡസ് ഓഫ് ലവ് ആൻഡ് ബ്യൂട്ടിയാണ്. ഈ ഗ്രീക്ക് മിത്തോളജിയിലെ ഗോഡസ് ഓഫ് ലവ് ആൻഡ് ബ്യൂട്ടിയാണ് ആഫ്രോഡൈറ്റ്. ആ ആഫ്രോഡൈറ്റിൻ്റെ ബർത്ത് പ്ലേസ് ആയിട്ടാണ് ഈ ഒരു ആഫ്രോഡൈറ്റ്സ് റോക്കിൻ്റെ ഏരിയ പറയുന്നത്. അപ്പോൾ ഉണ്ടല്ലോ വേറൊരു കാര്യമുണ്ട്. ആഫ്രോഡൈറ്റ് റോക്കില്ലേ, ആ കാണുന്നതാണ് ആഫ്രോഡൈറ്റ് റോക്ക് കേട്ടോ. അതിന് ചുറ്റും 3 പ്രാവശ്യം നീന്തിക്കഴിഞ്ഞാൽ എറ്റേണൽ ബ്യൂട്ടി കിട്ടുന്നാണ് പറയുന്നത്. അറിയുന്നവർക്കല്ലേ. ബോട്ട് ടൂർ ഉണ്ടോ എന്താ നമ്മൾ അതിൻ്റെ കുറച്ച് ദൂരേക്ക്, അവിടെ ഒരു ബീച്ചാണ് കേട്ടോ, അത് കാണുന്നില്ലേ, അതൊരു ബീച്ച് സൈഡാണ്. ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. നല്ല രീതിയിൽ നീന്താനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. ഇപ്പോൾ നല്ല വെതറാണ് കേട്ടോ. വെയിലടിക്കുന്നതുകൊണ്ട് തണുപ്പില്ല. അതുപോലെ തന്നെ നല്ല കാറ്റും ഇതൊക്കെ ഉണ്ടാകുന്ന ചെറിയൊരു നല്ലൊരു ഫീലുള്ളൊരു സംഭവമാണ്. കൂടാതെ ഒരു ചെറിയൊരു ട്രെയിൽ പോലെ കൊടുത്തിട്ടുണ്ട് സീ സൈഡിൽ. ഇങ്ങനെ നേച്ചർ ട്രെയിൽ ഇതൊക്കെ നിങ്ങൾക്ക് നടക്കാൻ പറ്റും. വേണമെങ്കിൽ ഇതൊക്കെ പ്രൈവറ്റ് ബീച്ചായിട്ട് വേണമെങ്കിൽ പ്രഖ്യാപിക്കും. ഇതിലൂടെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നമുക്ക് കുളിക്കാനൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് റഫ് സീ ആണ്, സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് റോക്കുകളുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ആ കാണുന്നതാണ് ആഫ്രോഡൈറ്റ്സ് റോക്ക്. അതിൻ്റെ ചുറ്റും ഈ ചെറിയ റോക്കുകൾ ഒരുപാടുണ്ട്. ഈ കാണുന്ന ഇതൊക്കെ ചെറിയ റോക്കുകളാണ്. ഇങ്ങനെ റോക്കിൻ്റെ കൂട്ടാണ്. ഭയങ്കര സീനിക്കായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. സീനിക് ബ്യൂട്ടിയാണ്. കംപ്ലീറ്റ് നീലക്കടലും അതിൻ്റെ നടുക്ക് ഒരു റോക്കും പച്ച ഭൂമിയും അതുപോലെ നീലാകാശം എല്ലാം കൂടെ ഒരു വെറൈറ്റി സംഭവമാണ് കാണാൻ കേട്ടോ. ഈ സൈപ്രസിൽ വരുന്ന എല്ലാവരും ഇവിടെ വന്നൊരു ഫോട്ടോ മസ്റ്റാണ്. അതെ. ഇവിടെയാണ് പാർക്കിംഗ് ഗ്രൗണ്ട്. റിഫ്രഷ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ അങ്ങോട്ട് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പെട്രാട്ടോ റോമിയോ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അത്യാവശ്യം തിരക്കുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇങ്ങനെ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു ചേഞ്ചിങ് റൂമും കുളിക്കാനൊക്കെ സ്ഥലവും അതുപോലെ ഒരു സോവനി ഷോപ്പൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ആ റോഡ് ക്രോസ് ചെയ്യാതെ ഇങ്ങനെയും പോകാം കേട്ടോ. ഇതിങ്ങനെ ഒരു പെഡസ്ട്രിയൻ അണ്ടർപാസും കൊണ്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ നടക്കാൻ വേണ്ടി താഴോട്ട് ഇറങ്ങാൻ. Panoramic view just round the bend 2 minutes. Aphrodite statue. ഈ മിത്സ് ഓഫ് ആഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറേ എന്തൊക്കെയോ പരിപാടികൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഫോട്ടോ എടുക്കാനും ടാഗ് ചെയ്യാനും അങ്ങനെ എന്തൊക്കെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങാം.
നേരെ ബീച്ചെത്തി. ഇതെന്താ സംഭവം? ഇങ്ങനെ കുറേ ഇതൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ. തുണിയോ പേപ്പറോ? ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിൽ കെട്ടിയിട്ടിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വിശ്വാസങ്ങളായിരിക്കും. അതുപോലെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെരുപ്പ് ഇട്ടിട്ട് വരണം കേട്ടോ. ചെരുപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇട്ട് വരണം. കാരണം ഇത് സാൻഡി ബീച്ചല്ല, കംപ്ലീറ്റ് കല്ലാണ്. റഫ് സീ ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ എടുത്തുകൊണ്ട് ഇട്ടാന്ന് തോന്നുന്നു ഇവിടെ ബീച്ചിൽ അല്ലേ. മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ. റോക്കിന്റെ മുകളിലോട്ട് കയറാൻ പറ്റുമോ നോക്കാം. അതിനാണ് പോകുന്നത്. അതോ ആൾക്കാർ ചാടി കയറുന്നത് തന്നെ? കഷ്ടപ്പെട്ട് ചാടി കയറുന്നതാണോ അല്ലേ? എന്തായാലും മുകളിൽ കയറാന്നുള്ള ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹൈക്കിംഗ് ഷൂസൊക്കെ ഉണ്ടല്ലോ, ഗ്രിപ്പിലൊരു ഇഷ്യൂ കാണൂല. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ, വലിയ കുഴപ്പമില്ലാണ്ട് കയറാൻ പറ്റും. നല്ല തണുപ്പല്ലേ ഇതില്? തണുത്ത കല്ല്. നമ്മളിപ്പോ ഏകദേശം ഒരു കാഭാഗം കയറി. കേറിയില്ലെങ്കിൽ വമ്പൻ നഷ്ടമായിരുന്നു പ്രസാദ. ആണോ? അതാണെന്ന് തോന്നുന്നു റോക്ക്. ആ സിംഗിൾ പീസ് കണ്ട, അത് ചൂഴുന്നുണ്ട. ഏതാണ് റോക്ക്? ഇതാ അധികം താഴ്ച എല്ലാ റോക്ക് ഉണ്ട് കണ്ട. ഏറ്റവും ബ്യൂട്ടിക്ക് വേണ്ടി രണ്ടുപേര് നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കഠിന പ്രയത്നത്തിലാണ്. നമ്മളെന്തായാലും ആ സാഹചര്യത്തിന് മുന്നില്ല. ഇതിൻ്റെ മുകളിൽ കയറി വലിഞ്ഞു കയറി കൊല്ലമുണ്ടോ അല്ലേ? നല്ല വിശപ്പ് കിട്ടും. അത് ശരിയാ. കിടു വ്യൂ ആണ്. കിടു വ്യൂ. ഓ, അങ്ങനെ മുകളിലൊക്കെ കയറിയിരിക്കാൻ പറ്റും. അതാ അതിൻ്റെ കല്ലിൻ്റെ മുകളിൽ കയറിയിരിക്കാം. അവിടെ വേറൊരാൾ നിൽക്കുന്നുണ്ട് ഇവിടെ. അവർ ഹായ് പറയുന്നത്. ഈ രണ്ടുപേരുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടി. എന്തായാലും ഇവിടെ ഇതാ അധികം താഴ്ചയൊന്നുമില്ല. അതുപോലെ ക്ലീൻ സീ ആണ് കേട്ടോ. അടി കാണാൻ പറ്റും. അതുപോലെ ഈ കാണുന്നതൊക്കെ അടിയിലുള്ള റോക്കാണ്. ഇതുണ്ടാ ഇവിടെയൊക്കെ റോക്കുകളാണ്. അതുകൊണ്ട് ഇവിടുന്ന് ജമ്പ് ചെയ്യുന്നതൊക്കെ സൂക്ഷിച്ച് വേണം. കാരണം താഴെ റോക്കാണ്, അധികം താഴ്ചയൊന്നുമില്ല. മുകളിൽ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് താഴോട്ട് ഇറങ്ങുകയാണ്. മുകളിൽ നിന്ന് നമ്മൾ സർപ്രൈസ് ആയിട്ട് ഒരു മലയാളീനെ കണ്ടുകൊണ്ട് കേട്ടോ. ഭയങ്കര സംഭവമായി പോയി. വീനയിൽ പോകണം പ്രോട്ടപ്പായിട്ടുള്ളൊരു ഡോക്ടറാണ്. അവരും അവരുടെ ഹസ്ബൻഡും കൂടിയാണ് വന്നിട്ടുള്ളത്. അവർ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അഫ്രൈഡ് റോക്കിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ കച്ചറ കാണിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാളം കേട്ടിട്ട് ഇങ്ങോട്ട് വന്ന് മുട്ടിയതാണ്. അറിയും മലയാളി എന്ന് പറഞ്ഞിട്ട് ഐ എം ഓൾസോ ഫ്രം കേരള എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് മുട്ടിയതാണ്. രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അവർ രണ്ടുപേരെ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും അഫ്രൈഡ് റോക്കിൻ്റെ മുകളിൽ നിന്ന് മലയാളം കേൾക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം അല്ലേ. കേറ്റ് ആൻഡ് ഗോബർട്ട് രണ്ടുപേർക്കും ഹായ്. നമ്മുടെ വീണ്ടും ഹായ്. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പാഫോസ് സിറ്റി സെൻറ്ററിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ടൗൺ സ്ക്വയർ. അവിടെ നമുക്ക് കുറച്ച് ആർക്കിയോളജിക്കൽ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് കാണാൻ പറ്റുമോ നോക്കണം. പിന്നെ ഫുഡ് കഴിക്കണം. വിശക്കണം. പാഫോസിലെത്തി വിശന്ന് പൊരിഞ്ഞല്ലേ. ഇവിടെ നമ്മൾ റെസ്റ്റോറൻറ്റ് നോക്കുന്ന സമയത്ത് എല്ലാം ക്ലോസ്. എല്ലാം 5 മണിക്ക് തുറക്കുള്ളൂ. ഇപ്പോൾ സമയം 3 മണി ആവുന്നേ ഉള്ളൂ. 5 മണിക്ക് തുറക്കുള്ളൂ. എല്ലാ റെസ്റ്റോറൻറ്റും, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോക്കി, ഫാസ്റ്റ് ഫുഡ് നോക്കി, ഇവിടുത്തെ ടാവേൺസ് നോക്കി, എല്ലാം 5 മണിക്ക് തുറക്കുള്ളൂ. 5 മണി 6 മണിയൊക്കെ ആവും. അപ്പോൾ ആ സമയം നമ്മൾ വിചാരിച്ചിരുന്നത് പിന്നെ ഇവിടെ ഒരു മാളിൽ കയറാം. കാരണം കിങ്സ് അവന്യൂ മാളിൽ കയറി. അവിടെ കയറിയ സമയത്ത് ഇവിടെ പിസ്സ ഹട്ട് ഉണ്ട്, ബർഗർ കിങ്, ടാക്കോ ബെൽ എല്ലാം കണ്ട്. എന്നിട്ട് ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് എല്ലാം ക്ലോസ്ഡ്. ബർഗർ കിങ് ഇല്ല, ടാക്കോ ബെൽ ഇല്ല, KFC ഇല്ല, ഇല്ല, പിസ്സ ഹട്ട് ഇല്ല, TG ഫ്രൈഡ് ഇല്ല, സിനമൺ എല്ലാം ക്ലോസ്ഡ്. സബ്വേ ഇല്ല, എല്ലാം ക്ലോസ്ഡ്. അവസാനം പിന്നെ ഇവിടെ ഒരു പെസ്റ്റേറിയ എന്നുണ്ട്, ട്രൈ കളർ പെസ്റ്റേറിയ എന്നൊരു സാധനം കണ്ട് അവിടെ നമ്മൾ ഒരു ഫലാഫൽ റാപ്പൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫുഡ്. ഫലാഫലിൻ പിത്ത ബ്രെഡ്. ഇങ്ങോട്ട് വിശന്നിരിക്കുമ്പം എല്ലാം കൊള്ളാം അല്ലേ. വിത്ത് കോള സീറോ. ഫലാഫൽ സാൻഡ്വിച്ച് അതിനാണ്. ലഞ്ചൊക്കെ കഴിച്ച് സെറ്റായി പാഫോസിലെ നമ്മുടെ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റിസോർട്ടിലാണ് 2 ദിവസം അല്ലേ. ഇവിടെ കുറച്ച് നല്ല സ്ഥലത്ത് നിൽക്കാന്ന് വിചാരിച്ച്. അപ്പം
പാഫോസ് ഗാർഡൻസ് ഹോളിഡേ റിസോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവുകയാണ്. ഇത് നമ്മുടെ സിറ്റി സെന്ററിൽ നിന്ന് ഏകദേശം ഒരു 2-2.5 കിലോമീറ്ററേ ഉള്ളൂ, തൊട്ടടുത്താണ്. ഐ മീൻ നമ്മുടെ മറീന അല്ലെങ്കിൽ പ്രൊമനേഡിന്റെ അടുത്ത് തന്നെ വരും. വില്ല ഏരിയ കേട്ടോ, ഫുൾ അങ്ങനത്തെ ഒരു ഏരിയ, ഒരു റെസിഡൻഷ്യൽ ഏരിയയുടെ ഉള്ളിലാണ് ഇവര് റിസോർട്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടില്ല. എന്തായാലും നോക്കാൻ പോയിട്ട് എന്തൊക്കെയാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഹോട്ടലും അങ്ങനത്തെ സംഭവം. നമ്മൾ 2 ദിവസത്തേക്ക് പാഫോസിൽ നിൽക്കുന്ന റിസോർട്ടാണിത്. പാഫോസ് ഗാർഡൻ ഹോട്ടൽ റിസോർട്ട്, ലെപ്റ്റോസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ Booking.com വഴി ബുക്ക് ചെയ്തതാണ്. 2 ദിവസത്തേക്ക് നമുക്ക് 539 ദിറാണായത് ചാർജ്. കിട്ടില്ലൊരു പ്രോപ്പർട്ടി അല്ലേ. നമ്മളിപ്പോൾ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്ത് റൂമൊക്കെ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. ഭയങ്കര സംഭവം അല്ലേ, അടിപൊളി. ഒരു കമ്മ്യൂണിറ്റി ഒരു ഫീൽ ഉണ്ട്. അതെ, ഇതെന്ന് വെച്ചാൽ ഇതാണ് മെയിൻ ഹോട്ടൽ ബിൽഡിങ്. ഇവിടെ നിങ്ങൾക്ക് സാധാ ഹോട്ടൽ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് റിസപ്ഷൻ വരുന്നത്. റെസ്റ്റോറൻറ്റ്, റിസപ്ഷൻ, പൂള് അതൊക്കെ ഇവിടെ വരുന്നത്. ഇത് ഇൻസൈഡ് പൂളുണ്ട്, ഔട്ട്സൈഡ് പൂളുണ്ട്. ഇൻസൈഡ് പൂള് ഹീറ്റഡ് ആണ്, അതാണ് പ്രത്യേകത. ഇങ്ങോട്ടുള്ളതൊക്കെ വില്ലാസ് ആണ്. നമ്മൾ 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണ്. 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ഉണ്ട്, സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ലോണ്ടറി സർവീസും ഉണ്ട്. ഇത് അടിപൊളി. എന്താ പറയുക, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു കമ്മ്യൂണിറ്റിനുള്ളിൽ വന്ന പോലെ ഉണ്ട്, റോഡൊക്കെ ആയിട്ട്. പക്ഷേ ഇത് പ്രൈവറ്റ് റോഡാണ്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഇവരതാണ്. ഈ കാണുന്നൊക്കെ ഹോളിഡേ റൂംസ് ആണ് ഇവരുടെ. 2 ബെഡ്റൂം 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ്സും സ്റ്റുഡിയോ ഒക്കെയാണ്. പാഫോസ് സിറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഏകദേശം 2-2.5 കിലോമീറ്ററിൽ സിറ്റി സെൻറ്റർ. നമ്മൾ പ്രൊമനേഡിൽ നിന്ന് ഇങ്ങോട്ട് അത്രയേ ഉള്ളൂ. ഇവിടുന്ന് 1/2 കിലോമീറ്റർ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ബീച്ചുമായി. ഇന്നത്തെ ദിവസം നമുക്ക് പാഫോസ് ഗാർഡൻ റിസോർട്ട് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഇന്നത്തെ ഒരു അടിപൊളി ദിവസമായിരുന്നു. നമ്മൾ ആ ആഫ്രോഡൈറ്റ് റോക്കൊക്കെ പോയി ചില്ല് ചെയ്ത് മൊത്തത്തിലൊരു എൻജോയ്മെന്റ് ആണ്. ഓരോ ദിവസം സൈപ്രസ് നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ് തരുന്നത്. റിയലി വി ആർ എൻജോയിങ് ദ സൈപ്രസ് ഡേയ്സ്. മോർ ടു എൻജോയ് അല്ലേ. വരുന്ന വീഡിയോസിൽ കുറെ നമ്മുടെ എൻജോയ്മെന്റ് ഒക്കെ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺ. ബൈ ബൈ.